വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് അഹറോനോട് സാക്ഷ്യകൂടാരത്തിൻ്റെ എല്ലാ ചുമതലകളേൽക്കാനും ലേവ്യരൊഴികെ മറ്റുള്ളവർക്കവിടെ പ്രവേശിക്കാൻ അവകാശമില്ലെന്നും സമാഗമ കൂടാരത്തിൻ്റെ പരിപൂർണ സംരക്ഷണ ചുമതല അഹറോനും കുടുംബത്തിനുമായിരിക്കുമെന്നും കർത്താവ് കൽപ്പിക്കുന്നു. ബലിപീഠത്തിലേക്കുള്ള ഇസ്രായേൽ ജനതയുടെ എല്ലാ കാഴ്ചദ്രവ്യങ്ങളുടെയും അവകാശം അഹ്റോനും കുടുംബങ്ങൾക്കുമായിരിക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചു. ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെയും നിനക്കുള്ളതായിരിക്കും. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 14-ാം തിരുവചനം. അതുപോലെ സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലമെന്നും കർത്താവ് അരുളി ചെയ്തു. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധമായി മാത്രമേ പ്രവേശിക്കാവൂ എന്ന് കർത്താവ് കൽപ്പിച്ചു. യാത്രയിൽ ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിലെത്തിയപ്പോൾ അവർ വെള്ളം കിട്ടാതെ വലഞ്ഞു. മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരവാതിക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചത് പാറയോട് ആജ്ഞാപിക്കാനായിരുന്നെങ്കിലും മോശ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വടികൊണ്ട് 2 പ്രാവശ്യം പാറയിൽ അടിക്കുകയാണ് ഉണ്ടായത്. പാറയിൽ നിന്നും ധാരാളം വെള്ളം പ്രവഹിച്ചെങ്കിലും പാറയിലടിക്കുന്ന പ്രവൃത്തി കർത്താവിൻ്റെ കൽപ്പനയായിരുന്നില്ല. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. സംഖ്യ 20-ാം അധ്യായം 12-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.